എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇച്ചിരി ബോറിംഗ് ആണ്, അതുപോലെ തന്നെ ടയറിങ്ങും ആണല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ഷേക്ക് ആവാമല്ലേ ബ്രേക്ക്ഫാസ്റ്റിന്. ഇതിനെ പ്രോട്ടീൻ ഷേക്കെന്നോ ബനാന ഷേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് ഹെൽത്തിയാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്, ഫില്ലിംഗ് ആണ്, പിന്നെന്ത് വേണം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് വേണം. അപ്പം ഇതിനായിട്ട് ഞാനൊരു ബ്ലെൻഡർ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഏത്തപ്പഴത്തിന് 1/4 ഭാഗം ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാൽ നോർമലി നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കവർ പൊട്ടിച്ച് ഒഴിക്കുന്ന മിൽമ പാലാണ്, നേരത്തെ കാച്ചി തണുപ്പിച്ചതൊന്നുമല്ല. ബനാന പീസസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു അളവിനാണ് പാൽ ഒഴിക്കുന്നത്. ഇനി 2 വലിയ ടേബിൾ സ്പൂൺ ഓട്സും 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂൺ ഹണിയും മധുരത്തിനായിട്ട്, പിന്നെ ഒരു 1-2 തുള്ളി വാനില എസൻസും. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ബദാമാണ്. ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് നൈറ്റ് തന്നെ ബദാം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കുതിർന്നിരിക്കും. പിറ്റേ ദിവസം രാവിലെ ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇട്ടാൽ മതി. അതല്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ജാറ് ക്ലോസ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ബ്ലെൻഡറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരു 3 പ്രാവശ്യമായിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുത്ത് അടിച്ചെടുത്താൽ എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ബ്ലെൻഡർ ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ നോർമൽ മിക്സിയുടെ ജ്യൂസറിൻ്റെ ജാറുണ്ടല്ലോ, അതിലേക്ക് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എക്സാക്ട്ലി 1 ഗ്ലാസിൻ്റെ അളവാണ്. ഒരു ഏത്തപ്പഴം മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വരെ നമുക്ക് കിട്ടും. ഇനി ഇത്രയും ലൂസ് വേണ്ട, ഇച്ചിരി കൂടെ ടൈറ്റ് ആക്കണമെങ്കിൽ ഏത്തപ്പഴം മൊത്തമായിട്ടിടാം, അല്ലെങ്കിൽ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. പക്ഷേ എനിക്ക് ഈ കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം, കുടിക്കാനും അതാണ് എളുപ്പവും. അപ്പം ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉച്ച വരെ വിശക്കത്തില്ല കേട്ടോ, ഞാൻ ഗ്യാരൻറ്റി. ഹണിക്ക് പകരം സ്വീറ്റ്നെസ്സിനായിട്ട് ഡേറ്റ്സ് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഒരു ഡേറ്റ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തിട്ട് ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഹണിയും വേണ്ട, ഡേറ്റ്സും വേണ്ട, ബനാനയുടെ സ്വീറ്റ്നെസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.